ഹലോ, നമസ്കാരം. മലയക്കോട്ടിൽ വാലിഫൻ കണ്ടിട്ട് തിയേറ്റർ ഇതാ ഇപ്പം ഇറങ്ങണേ ഉള്ളൂ. വണ്ടി തിരിക്കുകയാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് റിവ്യൂ ഇടണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. ഒരുപാട് റിവ്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞ് സിനിമയെ മോശമാക്കുന്നത് കണ്ടിട്ടുണ്ടാവും. നല്ല സിനിമ എന്ന് പറഞ്ഞ വളരെ ചുരുക്കം പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒക്കെ ഉണ്ട്. ഈ സിനിമ എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കൺ കണ്ടത് നിജം, കാണപ്പോകത് പോയി. തിരിച്ചും മറിച്ചും പറയും സിനിമയിൽ. സൂപ്പർ മൂവി, സൂപ്പർ മൂവി. സത്യം പറയല്ല, മലയാളത്തില് ഞാനിങ്ങനെ ഒരു സിനിമ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. സൂപ്പർ സിനിമ. ആദ്യത്തെ കുറച്ച് ലാഗ് കാര്യങ്ങളുണ്ട്, LJPയുടെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനപ്പുറം ആ സിനിമ എടുത്തിരിക്കുന്ന വിഷ്വൽ ട്രീറ്റ്സ്, ഓഫ്, ലാലേട്ടന്റെ ഇതുവരെ കണ്ടിട്ടുള്ള ഇത്രയും ഫിസിക്കായിട്ട് ആ ശരീരത്തെ ഉപയോഗിച്ചവരാരും ഉണ്ടായിരിക്കാം, പക്ഷെ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്ക് അദ്ദേഹത്തിന്റെ കാണാൻ പറ്റി. ആക്ടിങ് ഒരു രക്ഷയില്ല മോനെ. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ റിവ്യൂസ് ഒക്കെ, ഈ കോക്കിന്റെ റിവ്യൂ ഒക്കെ നമ്മളിങ്ങനെ കണ്ട് അതെന്താ, ഞാൻ കോക്കിന്റെ റിവ്യൂ കണ്ട് ഒരുമാതിരി മോഹൻലാലിനെ കളിയാക്കും പോലെയൊക്കെ വന്നിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച സിനിമ കൊള്ളത്തില്ലേ. അതായത് LJP ചെയ്ത ഏറ്റവും മോശം സിനിമ, ഏറ്റവും വേസ്റ്റ് സിനിമ എന്നാണ് അവൻ പറഞ്ഞത്. എടാ ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞു എന്ത് പറയാൻ. ഇങ്ങനെ ഒരു സിനിമയെ തരം താഴ്ത്തരുത് കേട്ടോ. എന്റെ പൊന്നു, മലയാള സിനിമയിൽ ഇത്രയും എഫേർട്ട് എടുത്തിട്ടുള്ള സിനിമകൾ ഒരുപാടുണ്ടാവും. അതിനോടൊപ്പം ഒരു പടി മുകളിൽ നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സിനിമയാണിത്, മലയക്കോട്ടിൽ വാലിബൻ. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് മോനെ. അവിടത്തെ ഫൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലിയോടൊപ്പം കാണുക. മലയാളത്തിലും ഇങ്ങനെയുള്ള സിനിമ നിർമ്മിക്കാം, ഇങ്ങനെയുള്ള സിനിമ സംവിധാനം ചെയ്യാം, ഇങ്ങനെയുള്ള സിനിമകൾ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു അസാധാരണമായിട്ടുള്ള സിനിമ. നിങ്ങൾ ഈ ഫാൻ ബേസിൽ വന്നിട്ട് ഭയങ്കര കോമഡി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ക്ലാസ് ആണ് സിനിമ, ക്ലാസ് ആണ്. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഒരു ലാഗ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് സിനിമയുടെ ഇഴുകിച്ചേരുന്ന രീതിയിലുള്ള ഒരു ലാഗാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫീൽ ചെയ്തത്. ഹരീഷ് പേരടി അദ്ദേഹത്തിന്റെ ആക്ടിങ്, ഓരോരുത്തരുടെ ആക്ടിങ്, ഫ്രെയിംസ്, മ്യൂസിക്സ്. കോക്ക് വന്നിട്ട് എന്തോ ഡഫ് മുട്ടുന്ന പോലെ എന്തോ ഒരു ഇത് കാണിച്ച്. ആ സിനിമയ്ക്ക് അതാണ് ആവശ്യം, ആ സിനിമയ്ക്ക് അതാണ് ആവശ്യം. എന്റെ പൊന്നു, സ്റ്റണ്ട് സീക്വൻസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും തള്ളാണെന്ന്, ഒരിക്കലല്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ റിവ്യൂസ് ഒക്കെ കേട്ടിട്ട് മോശം പടമാണെങ്കിൽ ഇന്ന് വന്നിട്ട് മോശം റിവ്യൂ തന്നെ ഇടാന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ സിനിമകളെ കുറിച്ച് മോശം അങ്ങനെ പറയാറില്ല, കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഒരു സാധനം ചെയ്യുന്നത്. എന്നിരുന്നാലും ഈ സിനിമ മോശമാണെങ്കിൽ മോശം എന്ന് തന്നെ പറയാമെന്ന് വെച്ചിട്ടാണ് വന്നത്, വളരെ മോശം പറയാമെന്ന്. പക്ഷെ എന്നെ അടിമുടി എന്റെ ആ മനസ്സിനെ കംപ്ലീറ്റ്ലി മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ സിനിമ ഞാൻ കണ്ടിട്ട് പുറത്തിറങ്ങുന്നത്. നല്ല രീതിയിലുള്ള സസ്പെൻസ്, ത്രില്ലിങ്, ലാലേട്ടന്റെ കണ്ണുകളിൽ വരുന്ന ആക്ടിങ്, ലാലേട്ടന്റെ അവിടെ ആക്ടിങ് വരുന്നില്ല, ഇവിടെ ആക്ടിങ് വരുന്നില്ല. ഒടിയനിൽ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. കുഞ്ഞാലി മരക്കാറിൽ അദ്ദേഹം അത്ര ഒരു പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല, കാരണം അദ്ദേഹത്തിന്റെ ഫിസിക്കും കാര്യങ്ങളും. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജും സംഭവവും, അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈൽ, അദ്ദേഹത്തിന്റെ ആ ഒരു ഡ്രസ്സിങ്ങും ഒക്കെ ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. വളരെ വളരെ രസമായിരുന്നു കേട്ടോ. അതിന്റെ കളറിങ് ആ സിനിമ, കളറിങ് ആ സിനിമ കണ്ടോണ്ടിരിക്കുക നമുക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല, അത്ര നല്ല ഒരു കളറിങ് ആയിട്ടുള്ള ഫ്രെയിംസ് ആണ്, ഓരോ പിക്ചർ പോലത്തെ. പാട്ടുകൾ വളരെ മനോഹരമായിട്ടുള്ള നല്ല പാട്ടുകൾ, നല്ല സീക്വൻസ്, എല്ലാവരുടെയും നല്ല മികച്ച അഭിനയം. പിന്നെ പല സിനിമകളുടെ ഒരു ഛായ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. പല സിനിമകളുടെയും അതേപോലത്തെ ഒരു ഫീൽ ഉണ്ടാക്കുന്ന കുറെ സീൻസും കുറെ ഡയലോഗ്സും ഒക്കെ ഇതിനകത്ത് മിംഗ്ലായി വന്നിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. പക്ഷെ അതൊക്കെ ഇതിനോട് മാച്ചായി പോകുന്ന രീതിയിലാണ് ആ സിനിമ കൊണ്ടുപോകുന്നത്. പക്ഷെ നിങ്ങളൊക്കെ ഈ മോശം റിവ്യൂസ് കണ്ടിട്ടേ എനിക്ക് തോന്നുന്നു, നമ്മുടെ മോഹൻലാൽ, ലാലേട്ടൻ, മമ്മൂക്കൊക്കെ പറഞ്ഞ് മോശം റിവ്യൂസ് ഒന്നും ഒരു സിനിമയെ പരാജയപ്പെടുത്തില്ല എന്നൊക്കെ പറയുമെങ്കിലും ഈ മോശം റിവ്യൂസ് ചിലപ്പം ഈ സിനിമയും വളരെയധികം അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, വളരെയധികം ഡിസഡ്വാൻറ്റേജ് ആക്കിയിട്ടുണ്ട്, താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ നിങ്ങൾ അവരുടെ റിവ്യൂസോ കാര്യങ്ങളോ ഒന്നും കേൾക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ടിക്കിടില മൂവി കേട്ടോ. എന്നിലുള്ള പ്രേക്ഷകർ, ഞാനെന്ന ലാലേട്ടന്റെ കിലുക്കം, കളിപ്പാട്ടം, യോദ്ധ, തേന്മായം കൊമ്പത്ത് ഇതെല്ലാം ആസ്വദിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ കാലാപാനി എന്ന സിനിമയും ഞാൻ ഇഷ്ടപ്പെടുന്നു, കന്മതം എന്ന സിനിമ ഇഷ്ടപ്പെടുന്നു. മനസ്സിലായില്ലേ?
അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടില്ലെങ്കിൽ, മലയാള സിനിമയിലെ ഇങ്ങനെ ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. തീർച്ചയായിട്ടും മലൈക്കോട്ടൽ വാലിബൻ കാണണം. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അവിടെ ജസ്റ്റ് ഒരു ട്വിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ ആകുമ്പോൾ രണ്ട് ലാലേട്ടൻ, ഞാൻ കൊള്ളു പറയില്ല, രണ്ട് ലാലേട്ടന്മാർ തമ്മിലായിരിക്കും. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, കുറച്ച് എഫക്ട്സും മറ്റു കാര്യങ്ങളും ഗ്രാഫിക്സും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് പൊളിക്കും മോനെ. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടന്റെ ഈ ഫിസിക്കില്, ലാലേട്ടന്റെ ഈ ഒരു ഫിസിക്ക് വച്ചുകൊണ്ട്, ഇപ്പം അദ്ദേഹത്തിന് 63 വയസ്സിന് ആയി, പക്ഷെ ഈ ഒരു ഫിസിക്ക് വെച്ചുകൊണ്ട് എന്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിസിക്കാണ്. ഇത്രയും ഫിസിക്ക് ഞാൻ കണ്ടിട്ടില്ല. മസിലൊക്കെ അപ്പോൾ രക്ഷയില്ല. ക്യാമറ വർക്ക്, ഞാൻ പറയണ ഈ ലാലേട്ടൻ്റെ ഈ ഫിസിക്ക് വെച്ചിട്ട് കുറച്ച് സിനിമകളെങ്കിലും, കുറച്ചുകൂടെ സിനിമകൾ ഇതിന് പറ്റിയ ഡയറക്ടേഴ്സ് ചെയ്യണം. ലാലേട്ടനെ യൂസ് ചെയ്യണം, മാക്സിമം യൂസ് ചെയ്യണം, അദ്ദേഹത്തെ പിഴിഞ്ഞെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഇത്രയും പ്രായത്തിൽ അദ്ദേഹത്തിന്റെ യൂത്ത് അദ്ദേഹം നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനെ മാക്സിമം യൂസ് ചെയ്ത് അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയെ മാക്സിമം ചൂഷണം ചെയ്തുകൊണ്ടുള്ള സിനിമകൾ ഇങ്ങനെ ചുമ്മാ ചറപറ എടുക്കാതെ, എന്താ പറയാ, നമ്മൾ ലക്ഷത്തിൽ ഒന്ന് മതി എന്ന് പറയും പോലെ വർഷത്തിൽ ഒന്ന് മതി, വർഷത്തിൽ ഒരു സിനിമയിലും മതി. അദ്ദേഹത്തെ യൂസ് ചെയ്തുകൊണ്ടുള്ള സിനിമകൾ, ഇതുപോലുള്ള സിനിമകൾ ഇറങ്ങണം. നിങ്ങൾ മോശം റിവ്യൂസിന്റെ പുറകെ പോകരുത്. ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എല്ലാ പ്രേക്ഷകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന സിനിമയൊന്നുമല്ല. ഞാൻ എല്ലാ സിനിമകളെയും, അതായത് എന്റർടൈൻമെന്റുള്ള സിനിമകളെ, ഇങ്ങനെയുള്ള സിനിമകളെയൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മോശം റിവ്യൂ പറയാൻ വന്ന എന്നെ ഗുഡ് റിവ്യൂ പറഞ്ഞിരിക്കുന്ന ഈ മലൈക്കോട്ടൽ വാലിബൻ നിങ്ങൾ കാണണം എന്നുള്ളൊരു കാണണം, നിങ്ങൾ കാണണം. എന്റർടൈൻമെന്റ് സിനിമയാണ്, സൂപ്പർ സിനിമയാണ് കേട്ടോ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ടത് നിജം, കാണപ്പോകത് പൊയ്, കാണപ്പോകത് നിജം, കണ്ടത് നിജം. അതൊരു പ്രത്യേക രീതിയിലുള്ള ഡയലോഗ്സ് അല്ല, തിരിച്ചും മറിച്ചുമൊക്കെ പറയണം. പക്ഷെ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ സിനിമ കാണും. പൊളി സിനിമയാണ്, കിടുക്കാച്ചി സിനിമ. ഇറ്റ്സ് എ ക്ലാസ് മൂവി, ഇത്രേ പറയാം. ഓക്കെ, കാണാം.